നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ സമരം നടക്കുകയാണ്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അതിനോടനുബന്ധിച്ച് പിന്തുണ നൽകിക്കൊണ്ടെന്ന വണ്ണം ഇവിടെ സമരങ്ങളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ തന്നെ സമരം നടത്തി. ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കഴിവില്ലാത്തൊരു കാഴ്ചയാണത്. ഈ സമരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ കായികപരമായി ഈ ഗവൺമെന്റിനെ, നരേന്ദ്രമോദി സർക്കാരിനെ തെരുവിൽ നേരിട്ടുകൊണ്ട് അവരെ ബംഗാളിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിച്ചതുപോലെയുള്ള ഒരു ഭരണം പിടിച്ചെടുക്കലാണ് പലരും ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വേണം, അവിടെ വിജയിച്ച് വേണം സർക്കാർ സ്ഥാപിക്കുവാൻ. ഇവിടെ അതിന് സാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യം ഈ പ്രതിപക്ഷ കക്ഷികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമരങ്ങൾ വേണം. നോക്കൂ, ഇതിനു മുമ്പ് ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, യുവാക്കൾ തെരുവിലിറങ്ങി അധികാരം പിടിച്ചെടുക്കണമെന്ന്. നോക്കൂ, നമ്മൾ ഈ സമരം വിജയിക്കും. ഈ സമരം അക്രമാസക്തമായി പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത് അവിടെയുള്ള നോക്കൂ, നമ്മൾ ഇവിടെയൊക്കെ കണ്ടതുപോലെ, ശ്രീലങ്കയിൽ കണ്ടതുപോലെ, നേപ്പാളിൽ കണ്ടതുപോലെ പാർലമെന്റ് ആക്രമിക്കുന്നു, മന്ത്രിമാരെ ആക്രമിക്കുന്നു, അങ്ങനെ ആക്രമിച്ച് ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റ് ആക്രമിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ, അരാഷ്ട്രീയമായി സംഘടിപ്പിച്ച ആളുകളെ, അവർ അധികാരം പിടിച്ചെടുത്താൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു. ആദ്യം അവരടിച്ചു ഓടിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും. കെജ്രിവാൾ ഒരുപക്ഷെ ഇതിന് പുറകിലൊക്കെ കെജ്രിവാളിന്റെ തലയാതുകൊണ്ട് കെജ്രിവാളിനെ അവർ അവരോധിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഈ കോക്രോച്ച് പാർട്ടി എങ്ങനെയാണ് വന്നത്? ഇല്ലെങ്കിൽ ഇവർ ഈ സമരം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുന്നു, മറ്റുള്ളവരെങ്ങനെ പ്രതിരോധിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു വലിയൊരു അപകടം നമ്മൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കുക. 2026 മെയ് 16 മറ്റോ ആണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പ്രസ്താവന നടത്തി, ഒരു പരാമർശം നടത്തി. തൊഴിലില്ലാത്ത യുവാക്കൾ, വെറുതെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലില്ലാത്ത യുവാക്കൾ വെറുതെ ഒരു കോക്രോച്ച് പാരസൈറ്റുകളാണ്, അവ പരാതജീവികളാണ്, അവർ പാറ്റകളാണെന്നെല്ലാം പറഞ്ഞു. അതിനെതിരെ എന്ന വണ്ണമാണ് ഈ ഒരു സംവിധാനം രൂപപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അതൊരു പരിഹാസം, സറ്റയർ എന്നുള്ള നിലയ്ക്കാണ്, ഒരു പൊളിറ്റിക്കൽ സെറ്റയർ എന്നുള്ള നിലയ്ക്കാണ് അത് രൂപം കൊണ്ടത്. പിന്നീട് അതൊരു സംഘടനാ രൂപമാക്കി. പെട്ടെന്ന് നോക്കൂ, ഇന്ന് ആ സമരത്തിന് ഭക്ഷണം, അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു. ഇതിന് പിറകിൽ ആരാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ യുക്തിപൂർവമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഇതിന് പിറകിൽ വലിയൊരു സംവിധാനം ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, അങ്ങനെ വരുന്നു. അതിനുശേഷം അവർ സമരം ചെയ്യുന്നു. ഇത് പിടിച്ചെടുത്താൽ, ഈ തെരുവിലിറങ്ങി കലാപം നടത്തിയാൽ ഈ രാജ്യത്തിൽ അധികാരം കിട്ടുമോ? കലാപം നടത്തിയെന്നിരിക്കട്ടെ. ഇപ്പോൾ നോക്കൂ, ഭരണം നയിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് പിറകിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സംഘടനയുണ്ട്. ആ സംഘടനയോളം തന്നെ തെരുവിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ ആരുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആർക്കും അറിയാം. അവരടങ്ങിയിരിക്കില്ല. അവരും തെരുവിലിറങ്ങിയാൽ നോക്കൊന്ന് കരയാൻ പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അനുഭാവികൾക്ക് സമയം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സംഘപരിവാറിന്റെ, RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന്റെ കേഡർമാർ തെരുവിൽ ഇതേപോലെ തിരിച്ച് അടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കരയാൻ പോലും ഈ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല. ഈ അക്രമം നിങ്ങൾ കാണിച്ചു, ഞങ്ങൾ അത് എങ്ങനെയാണ് മനോഹരമായി ചെയ്യാൻ കഴിയുക എന്ന് ഞങ്ങൾ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കൂ, അവർ ചെയ്താൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? സംഘപരിവാർ സംഘടനകൾക്കാകട്ടെ ആവോളം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി പരിചയമുണ്ട്. അത് അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭം നമുക്കറിയാം. ആയിരക്കണക്കിന് ആളുകൾ സരയൂ നദിയിലെ ശവങ്ങൾ ഒഴുകി നടന്നിരുന്നു. അത്രത്തോളം ബലിദാനികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് അവർ. അവർക്ക് ഈ തെരുവിലുള്ള കാര്യങ്ങൾ സംഘപരിവാറിനോളം മറ്റാർക്കും സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടായി ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് ലോകത്ത് വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരും, ഈ രാജ്യം തകരും. ഒരു പരിഹാസപാത്രമായി ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുൻപിൽ മാറും. ആർക്കാണ് നഷ്ടം? ഇന്ത്യക്കാണ് നഷ്ടം. ഈ ഭാരതീയർക്കാണ് നഷ്ടം. അതിൽ നിന്ന് സംഘപരിവാറിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ? ഇങ്ങനെ ഒരു അരാഷ്ട്രീയ അക്രമവാദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അധികാരം ഇത്തരത്തിൽ പിടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ ജനാധിപത്യമില്ല. ഇവർ പറഞ്ഞ ഫാസിസം തന്നെ കൃത്യമായ അളവിൽ വരും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുന്ന, അധികാരത്തിലേക്ക് അങ്ങനെ എത്താവുന്ന സ്വപ്നം കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത്. എന്തായാലും ഇന്ത്യയിൽ
ആദ്യമായിട്ടാണോ ഇതുപോലെ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഇതുപോലെയുള്ള ചില അനീതികൾ, ഇതുപോലെ മത്സര പരീക്ഷകളെ ലീക്കായതും ചില ആളുകൾ കള്ളത്തരം കാണിച്ചതും അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ വർഷം ഉണ്ടായ കുറച്ച് വർഷങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാം. നമുക്ക് 2004 ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പേപ്പർ ലീക്ക് ഇതിനു മുമ്പ് ഉണ്ടായതാണ്. 2006 CBSE ക്ലാസ് 12 അക്കൗണ്ടൻസി പേപ്പർ ലീക്ക്. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം പേപ്പർ ലീക്ക്. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ് പേപ്പർ ലീക്ക്. 2011 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം പേപ്പർ ലീക്ക് ഉത്തർപ്രദേശിൽ. 2012 എയിംസ് AIMS എൻട്രൻസ് എക്സാമിനേഷൻ പേപ്പർ ലീക്ക്. 2013 മഹാരാഷ്ട്ര HSC പേപ്പർ ലീക്ക്. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി പേപ്പർ ലീക്ക്. അന്ന് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. 2013 രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പേപ്പർ ലീക്ക്. 2014 CBSE ക്ലാസ് 10ാം ക്ലാസ് കണക്ക് പരീക്ഷ പേപ്പർ ലീക്ക്. 2014 ക്ലാസ് 12 എക്കണോമിക്സ് പേപ്പർ ലീക്ക്. നോക്കൂ, ഇതുപോലെ പല കാര്യങ്ങളും ഇതുപോലെ ഇതിനു മുമ്പ് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ മലയാളികൾ മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട്. പോലീസ് റാങ്ക് ലിസ്റ്റിൽ ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു SFI കാരൻ 1ാം റാങ്കുകാരനായി കയറി. 2ാം റാങ്ക് റാങ്ക് ലിസ്റ്റിൽ നസീം പോലീസ് റാങ്ക് ലിസ്റ്റിൽ 28ാമതായി കയറി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗം കൃത്യമായിട്ട് മത്സര പരീക്ഷയിൽ ഇടപെട്ടുകൊണ്ട് ഒരു മത്സര പരീക്ഷ അട്ടിമറിച്ചുകൊണ്ട് തൊഴിൽ അന്വേഷകരുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവജന പ്രസ്ഥാനം അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പരീക്ഷകൾ അട്ടിമറിച്ചതിന്റെ ഒരു അടയാളം ഇല്ലെങ്കിൽ ഒരു തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. അത് ശിവരഞ്ജിത്തും നസീമും ഒക്കെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ അട്ടിമറി നടത്തിയതും ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റുകളിൽ 1ാം സ്ഥാനത്ത് വന്നതുമാണ്. അവർക്ക് പിന്നീട് അവർക്കുണ്ടായ കാര്യം, 2ാമത് പരീക്ഷ എഴുതി അവർക്ക് കിട്ടിയ മാർക്കിന്റെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഈ പാർട്ടി പാർട്ടിക്ക് ഏറ്റവും അധികം കൊടുക്കുന്നത്, നോക്കൂ, ഏറ്റവും അധികം ഈ പാർട്ടിക്ക് ഈ സപ്പോർട്ട് കൊടുക്കുന്ന CPM ആണ്. ആനാന്റെ ഗർഭം ചുമക്കുന്ന എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ CPM അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുന്നു. CPMന്റെ നേതാക്കന്മാർ നിർലജ്ജം ഇതിൽ ഇടപെടുന്നു. അവർ മനസ്സിലാക്കേണ്ടത് ഈ ശിവരഞ്ജിത്തും നസീമും എല്ലാം ഇവരുടെ ആളുകളായിരുന്നു. ഇവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് PSC എക്സാം അട്ടിമറിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയത്. ഇത് ഇന്ത്യയിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെയാക്കണം. യുവാക്കളുടെ പ്രതീക്ഷയാണ്, യുവജനങ്ങളുടെ പ്രതീക്ഷയാണ്, പുതിയ തലമുറയുടെ പ്രതീക്ഷകളാണ് ഇത്തരം മത്സര പരീക്ഷകൾ. അതിനുള്ള അഴിമതി ഇല്ലാതാക്കണം. ഈ ഒരു സംഭവം അതിന് ഗുണം ചെയ്യട്ടെ, ഇത്തരം അഴിമതി ഇല്ലാതാക്കാൻ ഗുണം ചെയ്യട്ടെ. പക്ഷേ ഈ ഒരു സംഭവം മുതലെടുത്തുകൊണ്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ രാജ്യത്തിന് ഗുണകരമാവില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചതുപോലെ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഇതിനെതിരെ സാധിക്കില്ല. നോക്കൂ, ഇതിനെതിരെ നിങ്ങൾക്ക് തെരുവിലിറങ്ങിക്കൊണ്ട് നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.